ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പൊ ക്ലിക്കിൽ ഇപ്പോൾ 2 പ്രോഗ്രാംസ് ആണ് അപ്പായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണ്ടിയിട്ടുള്ളതും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രിപ്ലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതുമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു കോഴ്സ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കമ്പ്യൂട്ടർ സയൻസിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് PYQ ഡിസ്കഷൻ ആണ്. ബിക്കോസ് നമുക്കറിയാം ഈ ഒരു വർഷത്തില് 2025 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ളത്, പിന്നെ സിസ്റ്റം അനലിസ്റ്റ്, അങ്ങനെയുള്ള ചില പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ PSC കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിനുള്ള എക്സാംസ് എല്ലാം കൂടെ ഒറ്റ പേപ്പർ ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, കാരണം ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈ ഡിസംബർ 30 കണ്ടക്ട് ചെയ്തപ്പോൾ ഒറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കേരള PSC ഒറ്റ എക്സാം ആണ് കണ്ടക്ട് ചെയ്തത്. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ വർഷം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്ന കേരള PSCയിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതുപോലെ വേറെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികകളിലേക്കുള്ള സിലബസിന് സമാനമായിട്ടുള്ള സിലബസ് ആയിരുന്നിട്ട് കൂടി DB അഡ്മിൻ ഒറ്റ പോസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് കേരള PSC ഒരു സെപ്പറേറ്റ് എക്സാം നടത്തിയത് എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അപ്പോ ഇനി വരുന്ന ഈ സോ കോൾഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് പറയുന്നുണ്ട്. ആ എക്സാമുകൾക്ക് ഈ ഒരു സിലബസ് ആണ് വരുന്നതെങ്കിൽ ആ ഒരു കൺഫർമേഷൻ ഡേറ്റ് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് അങ്ങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം തന്നെ PYQs ആൻസർ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ആണ് നമ്മളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 13th ഡേ ആണ്. ഇന്ന് 13th ഡേയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഇതാണ് വിചാരിക്കുന്നത്, നിങ്ങൾ കേരള PSC ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ബിരുദമോ ഡിപ്ലോമയോ അല്ലെങ്കിൽ അങ്ങനെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം PYQ ബ്ലിറ്റ്സ് ഇന്റൻസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി 4th പേപ്പർ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 3 പേപ്പേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ ഇഫ് യു ആർ പ്ലാനിങ്, ഇഫ് യു ഹാവ് എ ഫ്യൂച്ചർ പ്ലാൻ, ഇപ്പൊ നിങ്ങൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലേക്കാണെങ്കിലും ഈ PYQs വളരെ റെലവന്റ് ആണ് എന്നതിൽ തർക്കമില്ല. ഐ ഗ്യാരണ്ടി യു ദാറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ട്രിപ്ലി കോർണറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ഓൾറെഡി കഴിഞ്ഞു. ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിന്റെ മെറ്റീരിയൽസ്, അതാത് ദിവസത്തെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പെർ ഡേ 10 rupeesനായിരുന്നു കൊടുത്തിരുന്നത്. ഇലക്ട്രിക് സർക്യൂട്ട്സ് ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അത് സൂൺ നിങ്ങൾക്ക് ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ മാത്രമായിട്ട് നോട്ട്സ് പ്ലസ് PYQs ആയിട്ട് അവൈലബിൾ ആണ്. അതായത് ശരിക്കും ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെ വേണം പഠിക്കാനായിട്ട്, വലിച്ചു വാരി കോൺസെപ്റ്റ്സ് അങ്ങ് പഠിച്ചു തീർക്കാതെ എങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം, അതാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ എന്താ പറയാ, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ലൈഫിലേക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത് വഴി അപ്ലൈ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ഥിരമായിട്ട് ഇത് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ദിസ്. ഓക്കെ, സോ നിങ്ങൾ ഇത് ഓരോ ദിവസം നിങ്ങൾ ലേറ്റ് ആക്കും തോറും നിങ്ങൾ പിന്നിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ പിന്നെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു പോസ്റ്റിലേക്കുള്ള കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് എന്ന് വരുന്നോ അന്ന് മുതൽ നമ്മൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ PYQs നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേ ഉള്ളൂ. ഈ PYQs നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയി വരുന്ന കോൺസെപ്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ PYQs എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
ട്രിപ്പിൾ ഇ കോർണർ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ട് PYQs ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ കുറെ അധികം ടൈം എടുത്ത് തന്നെയാണ് ഈ കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും PYQs ആൻസർ ചെയ്തിട്ടുള്ളതും. യു മസ്റ്റ് വാച്ച് ദോസ് വീഡിയോസ്. ബ്രില്യന്റ്. നമ്മുടെ ചാനൽ ആയതുകൊണ്ട് പറയല്ല, ബിക്കോസ് ഐ ഡു അഡ്മയർ പീപ്പിൾ ഹു ടേക്ക് ക്ലാസ്സസ് വെരി വെൽ. വേണ്ട രീതിയിൽ മാത്രം ക്ലാസ് എടുക്കുക, ആവശ്യത്തിന് ക്ലാസ് എടുക്കുക, ആവശ്യമില്ലാത്തതെല്ലാം. നമ്മൾ ചെയ്യുന്ന റിസർച്ച് അല്ല. റിസർച്ച് ചെയ്യാനാണെങ്കിൽ PhDക്ക് പോയിക്കോളൂ. ഓക്കെ, നമ്മൾ ഈ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് ചില കാര്യങ്ങൾ പഠിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ആകുമ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. ആൻഡ് കമ്മിങ് ടു കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് കേരള PSC അതുപോലെ പഠിക്കണം. അല്ലാതെ ഗേറ്റിന്റെയും നെറ്റിന്റെയും അപ്രോച്ചിലല്ല പഠിക്കേണ്ടത്. ഗേറ്റിനും നെറ്റിനും ഒക്കെ വേറൊരു അപ്രോച്ചാണ്. സോ ഇവിടെ നമ്മൾ ക്ലിക്കില് നമ്മൾ പറയുന്നത് വി ആർ സ്ട്രിക്ട്ലി ഫോളോയിങ് എങ്ങനെയാണ് കേരള PSC എന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ്. മറ്റ് ജനറൽ സബ്ജക്ട്സ് നമുക്ക് തുടങ്ങാനായിട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല, ആക്ച്വലി നമ്മളൊരു ഇൻഡിവിജ്വൽ എഫേർട്ട് തന്നെ ഇതിനകത്ത് പുട്ട് ചെയ്യുന്നുണ്ട്. കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു വലിയ ടീമൊന്നും അല്ല. ഒരു നേരത്തെ ഇതൊരു 1 man ഷോ ആയിരുന്നെങ്കിൽ അതിനകത്തേക്ക് ഒരാൾ കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് മാത്രം. നൗ വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ്. ഓക്കെ, സോ ഇലക്ട്രോണിക്സ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും PYQ ഡിസ്കഷൻ. ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറയുന്നത് ഗോൾഡൻ ഇയർ ആണ്. നിങ്ങൾക്ക് എന്താ പറയാ, ഈ പറയുന്ന കുറച്ച് AE പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്, ലെക്ചർ ഇൻ പോളി. അപ്പൊ നമ്മള് ഈസി എന്നും പറഞ്ഞിട്ട്, ഈസി എളുപ്പമുള്ള ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഈസി എന്നും പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ക്ലിക്ക്. ഡെയിലി നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, നോട്ട്സ് ഡെയിലി റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് കമ്മിങ് സൂൺ. ഡേറ്റ് ഞാൻ ഇപ്പൊ തന്നെ പറയുന്നില്ല, ബട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് ഇറ്റ് വിൽ ബി ഹിയർ. ദാറ്റ്സ് മൈ വേർഡ്. നൗ കമ്മിങ് ടു സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മൾ ഒരുത്തനെ അങ്ങ് വലയിട്ട് പിടിച്ചിട്ടുണ്ട്. ചങ്ങാതിയാണെങ്കിൽ ഒരു മടിയനാണ്. അപ്പൊ എനിക്ക് അറിയാൻ വയ്യ. എന്താ വെച്ചാൽ നമ്മള് എന്താ പറയാ ചൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് പറ്റിയ ആൾക്കാരെയാണ്. അതായത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ക്ലാസ്സസ് എടുക്കാൻ കഴിയുന്ന, നമ്മൾ പറയുമ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പറയാതെ ഇത് പറയാൻ പറ്റില്ല എന്നല്ല. കേരള PSCക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഈ ഒരു ടോപ്പിക് ബ്യൂട്ടിഫുള്ളി എന്താ പറയാ ഏറ്റവും ചെറുതായി ക്രിസ്പായി കണ്ടന്റ് റിച്ച് ആയി എങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒറ്റ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. സോ വി നീഡ് ടു പ്ലാൻ തിങ്സ് അക്കോർഡിംഗ്ലി. അപ്പൊ നമ്മൾ സിവിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അറ്റ് ദ ഏർലിയസ്റ്റ് ഐ ബിലീവ് ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ലോഞ്ച് ദ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് ആസ് വെൽ. ഐ എം നോട്ട് സോ ഷുവർ അബൌട്ട് ദാറ്റ്. മെക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. മെക്കാനിക്കൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. യു നോ മൈ വാട്സ്ആപ്പ് നമ്പർ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനകത്ത് അത് കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു കോൺടാക്ട്. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ്. കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കലും ഇതുപോലെ തന്നെ പോകുന്നുണ്ടായിരിക്കും. ഇലക്ട്രോണിക്സ് സൂൺ നമ്മൾ ലോഞ്ച് ചെയ്യും. സിമിലർലി നമ്മൾ സിവിലും ലോഞ്ച് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു. മെക്കാനിക്കല് ഇഫ് എനി ഓഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ടു കോൺടാക്ട് മീ. ഓക്കെ, പിന്നെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം, ദർ ഈസ് നോ റെമ്യൂണറേഷൻ അറ്റ് ഓൾ. ഓക്കെ, പ്യുവർ ഡെഡിക്കേഷൻ മാത്രമാണ് ഇതിനകത്ത് എന്താ പറയാ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്നാണ് ഭഗവത്ഗീതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ലൈനാണ് നമ്മുടെ ലൈൻ. ഓക്കെ, it's not like that you will be paid, but I cannot reveal everything through this video. So ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ക്ലിക്കിന്റെ ഒരു സ്റ്റേറ്റസ് ഇതാണ്. ഒരു കൈ നോക്കാം എന്നുള്ളവർ ക്ലിക്കിന്റെ ഒപ്പം നിൽക്കുക. അപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഇത്രയാണ്. നിങ്ങളുടെ ടൈം സേവ് ചെയ്തുകൊണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഏറ്റവും കുറഞ്ഞ ചെലവില് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ എല്ലാ ക്ലാസ്സസും ഓൺലൈൻ അവൈലബിൾ ആണ്, ഫ്രീലി അവൈലബിൾ ആണ്. ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഇനിയുള്ള ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. വിൽ ബി ഓൺലി ചാർജിങ് ഫോർ ദ സ്റ്റഡി മെറ്റീരിയൽസ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. Okay, so here I am winding up this so-called show off.
അപ്പോ സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ആൻഡ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്. ഐ റിയലി ഡു മീൻ ഇറ്റ്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു. ഓക്കെ, അപ്പോ ഓക്കെ, ബൈ. See you in the next video.